ഫ്രണ്ട്സ് ഫോർ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്കാനിങ് ആപ്ലിക്കേഷനാണ്. ഫോട്ടോ സ്കാൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ഫോട്ടോ സ്കാൻ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വേണ്ടവർക്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമ്മുടെ കയ്യിലുള്ള പഴയ ഫോട്ടോസൊക്കെ സ്കാൻ ചെയ്ത് ഡിജിറ്റലായി നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാൻ സാധിക്കും. ഫോട്ടോസ് മാത്രമല്ല, നമ്മുടെ ID പ്രൂഫ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാനോ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനോ ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് സാധിക്കും. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫോട്ടോസോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സോ എങ്ങനെ സ്കാൻ ചെയ്യാം എന്ന് പഠിക്കാം. ആദ്യമായി ഫോട്ടോ സ്കാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് എന്താണ് സ്കാൻ ചെയ്യേണ്ടത് അത് വീഡിയോയിൽ കാണുന്നത് പോലെ മൊബൈൽ സ്ക്രീനിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം ആ വെള്ള ക്യാപ്ചർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ശേഷം ഒരു വീഡിയോ എടുക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഒരു 4 ഡോട്ട് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ ഡോട്ടിൽ നമ്മുടെ ആ സർക്കിൾ കൊണ്ടുവരണം. ശേഷം ആരോ മാർക്ക് കാണിക്കുന്നത് പോലെ രണ്ടാമത്തെ ഡോട്ടിലേക്കും, അത് പൂർത്തിയായാൽ ഇതുപോലെ മൂന്നാമത്തെ ഡോട്ട്, അതിനുശേഷം 4ാമത്തെ ഡോട്ട്. 4 ഡോട്ടും ഇതുപോലെ പൂർത്തിയായതിനു ശേഷം ഒരു 2-3 സെക്കൻഡ് കൊണ്ട് നമ്മുടെ സ്കാനിങ് പൂർത്തിയാകും. ശേഷം താഴെ വലതുഭാഗത്തായി കാണുന്ന ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്തത് ഇതുപോലെ കാണാൻ സാധിക്കും. അതിനുശേഷം താഴെയുള്ള അഡ്ജസ്റ്റ് കോർണർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്കാൻ ചെയ്ത ഫോട്ടോയിൽ നമുക്ക് 4 കോർണറും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ശേഷം താഴെ കാണുന്ന ഡൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാനിങ് റെഡിയായി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ സൂം ചെയ്തിട്ട് പോലും പിക്ചർ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.